കഴിഞ്ഞ കുറച്ചു നാളുകളായി കായിക കേരളം ഉത്തരം തേടുന്ന ഒരു ചോദ്യമാണ് ലയണൽ മെസ്സിയും അർജന്റീന ടീമും കേരളത്തിലെത്തുമോ ഇല്ലയോ എന്നത്. മെസ്സിയെ കേരളത്തിലെത്തിക്കാനായി പലതരത്തിലുള്ള നീക്കങ്ങൾ നേരത്തെ തന്നെ സജീവമായിരുന്നു. ഇവിടെ നിന്ന് ചുമതല ഉണ്ടായിരുന്ന കുറച്ചുപേർ അവിടെ അർജന്റീന ടീം അസോസിയേഷനുമായി അവിടെ പോയി ചർച്ച നടത്തുകയും ഏതാണ്ട് അവസാനം ഒരു കരാറിലൊക്കെ എത്തുകയും ചെയ്തിരുന്നു. അതിന്റെ ആദ്യ ഘടുവടക്കം കൈമാറി ഒക്ടോബറിൽ ഇവിടെ കേരളത്തിലെത്താം എന്ന് സമ്മതിക്കുകയും ചെയ്തു എന്നാണ് പറയുന്നത്. പക്ഷേ ഇന്നലെ കായിക മന്ത്രി അബ്ദുറഹ്മാൻ പറയുകയാണ് ഈ വർഷം മെസ്സി എത്തില്ല എന്ന് പറഞ്ഞിരിക്കുന്നു. അടുത്ത വർഷം എത്താമെന്നാണ് ഇപ്പോൾ അസോസിയേഷൻ അറിയിച്ചിട്ടുള്ളത്. പക്ഷേ അത് ഈ കരാർ പ്രകാരം അങ്ങനെയല്ല ധാരണയിലെത്തിയിട്ടുള്ളത്. ആ ഒരു തീരുമാനത്തോട് ഈ സ്പോൺസർമാർക്ക് താല്പര്യമില്ല. അപ്പോൾ ഈ വർഷം തന്നെ എത്തണം എന്ന നിലപാടാണ് സ്പോൺസർമാർക്കും സർക്കാരിനും. പക്ഷേ അത് ഉണ്ടാകില്ല എന്ന് ഏറെക്കുറെ ഉറപ്പായി കഴിഞ്ഞിരിക്കുകയാണ്. എന്തായാലും ആദ്യ ഗഡു നൽകി കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ അത് തിരികെ കിട്ടുമോ ഇല്ലയോ എന്നൊക്കെ ഒരു ആശങ്ക ഒരു നിലനിൽക്കുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും ഫുട്ബോൾ ആരാധകരെ സംബന്ധിച്ച് വലിയ നിരാശ നൽകുന്ന ഒരു വാർത്ത തന്നെയാണ് മെസ്സി ഈ വർഷം എന്തായാലും ഉണ്ടാകില്ല എന്നത്. എന്താണ് ഇതിനിടയിൽ സംഭവിച്ചിട്ടുള്ളത്? എന്തുകൊണ്ടാണ് ഈ ഒരു തീരുമാനത്തിൽ നിന്ന് അർജന്റീന ഫുട്ബോൾ അസോസിയേഷൻ മാറിയിട്ടുണ്ടാവുക എന്നാണ് നമ്മൾ പരിശോധിക്കാൻ പോകുന്നത്. എന്താണ് യഥാർത്ഥത്തിൽ അജൻസി ഈ സംഭവത്തിൽ, ഈ കാര്യത്തിൽ മെസ്സി കേരളത്തിലേക്ക് വരുന്നതുമായി ബന്ധപ്പെട്ട് സംഭവിച്ചിട്ടുള്ളത്? ഇന്ന് ഞാൻ റിപ്പോർട്ടർ ടിവിയുടെ MD ആൻഡോ അഗസ്റ്റിൻ്റെ വാർത്താ സമ്മേളനം ഏതാണ്ട് 1.5 മണിക്കൂറുണ്ടായിരുന്നു. അത് മുഴുവനായി കേട്ടു. അദ്ദേഹം വിശദമായിട്ട് കാര്യങ്ങൾ പറയുന്നുണ്ട്. അവരാണ് ഓർഗനൈസേഴ്സ്, സ്പോൺസർമാരല്ല. ഈ പരിപാടി ഓർഗനൈസ് ചെയ്യുന്നവരാണ്. അതായത് പണം മുടക്കുന്നത് അവരാണ് ഈവൻറ്റിന് വേണ്ടി. അപ്പോൾ ഇതിനു മുമ്പ് അദ്ദേഹം ഒരു വാർത്താ സമ്മേളനം നടത്തിയിരുന്നു. ഇത് മെസ്സി വരാൻ സാധ്യതയില്ല എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞത് കരാർ ഒപ്പിട്ടിട്ടുണ്ട്. കരാർ പ്രകാരമുള്ളൊരു തുക അയക്കാൻ RBIയുടെ അനുമതി വേണം. ആ അനുമതിയിൽ ചില താമസം ഉണ്ടായിട്ടുണ്ട്, അതുകൊണ്ടാണ് അയക്കാത്തത്. അപ്പോൾ ഇന്ന് വാർത്താ സമ്മേളനം അദ്ദേഹം പറയുന്നത് കഴിഞ്ഞ ജൂലൈ 6-ാം തീയതി എന്നാണ് പറഞ്ഞത്. ഇപ്പോൾ 2 മാസം മുമ്പ് ജൂൺ 6-ാം തീയതി, ജൂലൈ ഓഗസ്റ്റ്, ജൂൺ 6-ാം തീയതി 130 കോടി രൂപ അവർക്ക് അയച്ചിട്ടുണ്ട്. RBIയുടെ അനുമതിയോടുകൂടി അയച്ചിട്ടുണ്ട്. പക്ഷേ ആ പണം കൈപ്പറ്റിയതിന് ശേഷവും അവർ ഇതിൽ കൺഫർമേഷൻ തന്നിട്ടില്ല. ഏറ്റവും അവസാനം അവരിൽ നിന്നുണ്ടായ കമ്മ്യൂണിക്കേഷൻ അടുത്ത സെപ്റ്റംബറിലാവാം, അതായത് അടുത്ത വർഷം 2026 സെപ്റ്റംബറിൽ. അപ്പോഴേക്കും വേൾഡ് കപ്പ് കഴിയും. അപ്പോൾ ആ വേൾഡ് കപ്പിൽ അർജന്റീന കളിക്കുകയോ ജയിക്കുമോ എന്നും അറിയില്ല. അപ്പോഴത്തേക്കും അർജന്റീനയുടെ ഇപ്പോഴുള്ളൊരു സ്റ്റാർ വാല്യൂ അവർക്ക് ഉണ്ടാവില്ല. അപ്പോൾ ഇവർക്കത് സമ്മതമല്ല. ഇവർക്ക് ഈ വർഷം തന്നെ വേണം എന്നുള്ളതാണ് അവരുടെ രീതി. പക്ഷെ അപ്പോഴും വിൻഡോസ് ഓപ്പൺ ആണ്. വിൻഡോസ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ FIFA അലോട്ട് ചെയ്യുന്ന വിൻഡോസ് ഉണ്ട്. അതായത് ചാർട്ടർ ചെയ്യപ്പെട്ട അന്താരാഷ്ട്ര ടൂർണമെൻറ്റുകൾ ഒഴികെയുള്ള സമയമുണ്ട്. ആ സമയങ്ങളാണ് ഇങ്ങനെയുള്ള ഫ്രണ്ട്ലി മാച്ചുകളും ടൂറുകളൊക്കെ നടക്കുക. അപ്പോൾ ആ വിൻഡോസിൽ ഇപ്പോൾ അർജന്റീനൻ ഫുട്ബോൾ അസോസിയേഷൻ്റെ വെബ്സൈറ്റിൽ നമ്മൾ പോയി നോക്കിക്കഴിഞ്ഞാൽ അവരത് ഷെഡ്യൂൾ ചെയ്ത് വെച്ചിട്ടില്ല. പ്രധാനപ്പെട്ട ഇവൻ്റൊക്കെ കാണിച്ചിട്ടുണ്ടെങ്കിലും ഇങ്ങനെയുള്ള ഫ്രണ്ട്ലി ഒന്നും അതിൽ ഷെഡ്യൂൾ ചെയ്തിട്ടില്ല. ഇപ്പോൾ അന്താരാഷ്ട്ര സ്പോർട്സ് മാഗസിനുകൾ, സ്പോർട്സ് വെബ്സൈറ്റുകളിൽ കാണുന്നത് ചൈനയിലൊരു ഫ്രണ്ട്ലി ഉണ്ട് എന്നാണ്. പക്ഷെ അതും കൺഫേം അല്ല. നമുക്ക് അതിൽ കൺഫർമേഷനൊന്നും കിട്ടുന്നില്ല. ചൈനയിലുണ്ടെന്ന് പറയുന്നു. പക്ഷെ ഇവർക്ക് ഈ ഒക്ടോബർ, നവംബർ, ഡിസംബർ ആ സമയങ്ങളിലൊക്കെ ചില വീക്കുകൾ ഒഴിവുകളുണ്ട്. പക്ഷെ അപ്പോഴും കേരളത്തിൽ വരുന്ന കാര്യത്തിൽ അവരിപ്പോഴും പറയുന്നില്ല എന്നാണ് ഇദ്ദേഹം പറയുന്നത്. ഇദ്ദേഹത്തിൻ്റെ വിശദീകരണം അങ്ങനെയാണ്. അതായത് പണം അടച്ചു കഴിഞ്ഞു, പക്ഷെ ഇവരുടെ ഭാഗത്ത് കൺഫർമേഷൻ ഇല്ല. ഇനിയും അത് തന്നില്ലെങ്കിൽ, കരാർ ഒപ്പിട്ടതാണ്, പണം അടച്ചതാണ്, തന്നില്ലെങ്കിൽ അത് കോൺട്രാക്ട് ബ്രീച്ചാണ്. അപ്പോൾ അർജന്റീൻ ഫുട്ബോൾ അസോസിയേഷൻ ഒരു കോൺട്രാക്ട് ബ്രീച്ച് നടത്തി എന്നാണ് അദ്ദേഹം ഇൻഡയറക്റ്റായിട്ട് ആരോപിക്കുന്നത്. ഇതുവരെ ഒരു കൺഫർമേഷൻ ഇല്ല. ഇനിയിപ്പോൾ അതിന് സമയമുണ്ടോ? ഇനി കൺഫേം ചെയ്ത് ഈ ഇവൻറ്റ് ഒരുക്കാനുള്ള സമയമുണ്ട്. ഇതിപ്പോൾ ഓഗസ്റ്റ് മാസമായല്ലോ. ആ സമയമുണ്ടോ എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും ഇല്ല. ഞാൻ ഇതിനു മുമ്പ് നമ്മൾ ഈ വിഷയം ചർച്ച ചെയ്തപ്പോൾ ഞാൻ ഒരു കാര്യം പറഞ്ഞു, മെസ്സി വരാൻ സാധ്യതയില്ല എന്ന് ഞാൻ ഇവിടെ ഇരുന്ന് പറഞ്ഞിട്ടുണ്ട്. അത് ഞാൻ പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ, സാധാരണ രീതിയിൽ ഫ്രണ്ട്ലി മാച്ചുകളൊക്കെ ഓർഗനൈസ് ചെയ്യുന്നതും അത് ഫിക്സ് ചെയ്യുന്നതും മാസങ്ങൾക്ക് മുമ്പ് അതിൻ്റെ കരാർ ഒപ്പിട്ട് ആ പരിപാടികൾ ക്ലോസ് ചെയ്യും. ഇപ്പോൾ ഉദാഹരണത്തിന് ഈ നവംബറിൽ അങ്കോളയിൽ അർജന്റീൻ ഫുട്ബോൾ ടീം, നാഷണൽ ടീം ഒരു ഫ്രണ്ട്ലി കളിക്കുന്നുണ്ട് അങ്കോള ഫുട്ബോൾ അസോസിയേഷനുമായിട്ട്. അത് കഴിഞ്ഞ ജനുവരിയിൽ അതെല്ലാം ക്ലോസ് ചെയ്തതാണ്. പണം അടച്ച് കരാറൊക്കെ ഒപ്പിട്ട് അത് ഫിക്സ് ചെയ്തത് ജനുവരിയിൽ. അപ്പോൾ അത്രയും നേരത്തെ തന്നെ ഇത് ഫിക്സ് ചെയ്തിട്ടാണ് ഇത്തരം കാര്യങ്ങൾ നടക്കുക. അതും ഒരു ദേശീയ ഫുട്ബോൾ അസോസിയേഷനുമായി ബന്ധപ്പെട്ട കരാറുകളാണ്. അവർക്ക് ഡയറക്റ്റ് അത് ഇൻവോൾവ് ചെയ്യാൻ പറ്റും. പക്ഷേ റിപ്പോർട്ടർ TV എന്ന് പറഞ്ഞാൽ ഒരു പ്രൈവറ്റ് കമ്പനിയാണ്. ആ പ്രൈവറ്റ് കമ്പനികൾക്ക് വേണമെങ്കിൽ സമീപിക്കുമ്പോൾ പ്രശ്നം എന്ന് വെച്ചാൽ, സാധാരണ രീതിയിൽ അർജന്റീന പോലുള്ളൊരു സ്റ്റാർ ടീമുമായി ഇത്തരത്തിലുള്ള കരാറുകൾ ഒപ്പിടുന്നത് നേരിട്ടല്ല. ഇപ്പോൾ ഈ വാർത്താ സമ്മേളനം മുഴുവനായിട്ട് ആൻഡോ അഗസ്റ്റിൻ പറയുന്നത് ഞങ്ങൾ നേരിട്ട് AIFAയുടെ പ്രസിഡൻറ്റുമായി സംസാരിച്ചു എന്നാണ്. അപ്പോൾ പ്രസിഡൻ്റെ പേര് അദ്ദേഹം പറയുന്നില്ല. പക്ഷെ അദ്ദേഹം പറയുന്ന അതായത് അർജന്റീനൻ ഫുട്ബോൾ അസോസിയേഷനിലെ ഒരു ഒഫീഷ്യലിൻ്റെ പേര് അദ്ദേഹം പറയുന്നത് എന്താണ്, ഒരു പീറ്റേഴ്സൺ ഉണ്ട്. അദ്ദേഹം ഇവരുടെ കമേഴ്ഷ്യൽ ഹെഡാണ്. ഈ പേര് അദ്ദേഹം എടുത്ത് പറയുന്നുണ്ട്.
ഇതിൽ പക്ഷേ അദ്ദേഹം ഒരിക്കലും AFA പ്രസിഡന്റ് പേര് ക്ലോഡിയോ ടാപ്പർ എന്ന് മറ്റാണ് അദ്ദേഹത്തിൻ്റെ പേര്. അദ്ദേഹത്തിൻ്റെ പേര് പറയുന്നില്ല, പ്രസിഡന്റ് സെക്രട്ടറി എന്നൊക്കെ അദ്ദേഹം പറയുന്നുണ്ടെങ്കിലും. പക്ഷേ ഈ പീറ്റേഴ്സിൻ്റെ പേര് അദ്ദേഹം പറയാൻ വേറൊരു കാരണം കൂടിയുണ്ട്. കഴിഞ്ഞ ജൂലൈ 22-ന് ദുബായിൽ ലുലുവിൻ്റെ ഫിനാൻഷ്യൽ ഒരു ഗ്രൂപ്പുണ്ട്, ലുലു ഗ്രൂപ്പിൻ്റെ. ആ ഫിനാൻഷ്യൽ ഗ്രൂപ്പും അർജന്റീനൻ ഫുട്ബോൾ അസോസിയേഷനുമായിട്ട് ഒരു പാർട്ണർഷിപ്പ് ഉണ്ടായിരുന്നു, പരസ്യമായിട്ട് കമേഴ്ഷ്യലായിട്ടൊന്നും ബന്ധപ്പെട്ടാണ്. അതിൻ്റെ ഒരു ഈവൻറ്റ് ദുബായിൽ നടന്നിരുന്നു. അതിൽ ഈ പറയുന്ന പീറ്റേഴ്സൺ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. പീറ്റേഴ്സൺ പിന്നെ സ്കലോനി ഉൾപ്പെടെയുള്ളവരൊക്കെ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. അതിൽ ഈ അർജന്റീനയുടെ ഫുട്ബോൾ അസോസിയേഷൻ പ്രസിഡന്റ് ടാപ്പറും ഉണ്ടായിരുന്നു. അപ്പോൾ അവരെല്ലാം പങ്കെടുത്ത ചടങ്ങിൽ അപ്പോൾ ലുലുവിൻ്റെ ഭാഗത്ത് നിന്ന് സംസാരിക്കുമ്പോൾ ലുലു ഒരു ഇന്ത്യൻ ഗ്രൂപ്പാണ്. അപ്പോൾ ഇന്ത്യയിൽ നിങ്ങൾക്ക് ഒരുപാട് ഫാൻസ് ഉണ്ട്, പ്രത്യേകിച്ച് കേരളത്തിലുണ്ട്. കേരളം അർജന്റീനയുടെ വലിയ ഫാൻസാണ്. അപ്പോൾ ആ ലുലു ഗ്രൂപ്പിൻ്റെ പ്രതിനിധി ആ ചടങ്ങിൽ സംസാരിക്കുമ്പോൾ പറഞ്ഞു, ഒരു പക്ഷേ അർജന്റീന അവിടെ കളിച്ചേക്കും, കേരളത്തിൽ കളിക്കാനും സാധ്യതയുണ്ട് എന്നൊക്കെ പറഞ്ഞിരുന്നു. സ്വാഭാവികമായിട്ട് ഒരു ഇന്ത്യൻ ബ്രാൻഡ് എന്ന അർത്ഥത്തിൽ അവരത് പറയുക തന്നെ ചെയ്യും. അതിൻ്റെ പിറ്റേ ദിവസം കേരളത്തിലെ പത്രങ്ങളിൽ, ഉദാഹരണം ഹിന്ദു, ഇന്ത്യൻ എക്സ്പ്രസ് ഉൾപ്പെടെയുള്ള പത്രങ്ങളിൽ ഒരു വാർത്ത വന്നു. അർജന്റീനൻ ഫുട്ബോൾ അസോസിയേഷൻ പ്രതിനിധികൾ ഇന്ത്യയിൽ കളിക്കാനുള്ള സാധ്യതയെക്കുറിച്ച് സംസാരിച്ചു എന്ന് പറഞ്ഞിട്ടാണ് ആ വാർത്ത വരുന്നത്. അപ്പോൾ ഇന്ത്യൻ എക്സ്പ്രസ്സിൽ അങ്ങനെ തന്നെയാണ് ആ വാർത്ത വന്നത്. അർജന്റീനൻ ഫുട്ബോൾ ഈ കഴിഞ്ഞ ജൂലൈയിലാണ് പറയുന്നത്. ദിവസങ്ങൾക്ക് മുമ്പാണ് സംഭവം. അപ്പോൾ സ്വാഭാവികമായിട്ടും അതൊരു വലിയ ഹോപ്പാണല്ലോ. നമുക്ക് ആ വാർത്ത വായിക്കുന്ന നമ്മളെ സംബന്ധിച്ചോളം അത് വലിയ ഹോപ്പാണ്. അവരത് കൺഫൈൻ ചെയ്യുകയാണ്. അതായത് റിപ്പോർട്ടർ TV നടത്തിയിട്ടുള്ള ഈ ഇടപെടൽ, അങ്ങനെ ഒരു ടോക്ക് നടക്കുന്നുണ്ടെന്നുള്ള അർത്ഥമാണല്ലോ. അപ്പോൾ തിരുവനന്തപുരത്ത് നിന്ന്, ഹിന്ദുവിലും ആ വാർത്ത വന്നത് തിരുവനന്തപുരത്ത് നിന്നാണ്. പക്ഷേ ഹിന്ദു കുറേ കൂടി സത്യസന്ധമായിട്ട് ആ വാർത്ത കൊടുത്തത് എങ്ങനെയാണെന്ന് വെച്ചാൽ, എ പ്രസ് റിലീസ്ഡ് ഹിയർ, തിരുവനന്തപുരത്ത് ഇറക്കപ്പെട്ട ഒരു വാർത്താക്കുറിപ്പിൽ ഈ പറയുന്ന പീറ്റേഴ്സിനെ ഇങ്ങനെ പറഞ്ഞതായിട്ട് പറയുന്നു എന്നാണ് അവർ വാർത്ത കൊടുത്തത്. അപ്പോൾ കൊച്ചിയിൽ നിന്ന് ഒരു ഇന്ത്യൻ എക്സ്പ്രസ്സിൽ വാർത്ത വരുന്നു, തിരുവനന്തപുരത്ത് നിന്ന് വേറൊരു വാർത്ത വരുന്നു. തിരുവനന്തപുരത്ത് നിന്ന് വാർത്തയിൽ പറയുന്നത് പ്രസ് റിലീസിലാണ് പറയുന്നതെന്ന്. അപ്പോൾ എനിക്കൊരു ഡൗട്ട് തോന്നി. ഞാൻ ഈ ദുബായിലെ പത്രങ്ങൾ ഇതിനെക്കുറിച്ച് ഈവൻ്റ് എങ്ങനെ റിപ്പോർട്ട് ചെയ്യാൻ നോക്കി. അപ്പോൾ ഗൾഫ് ന്യൂസ് ഉൾപ്പെടെയുള്ള ഇതിൽ ആ മുഴുവൻ വാർത്തകളിൽ എവിടെയും ഈ പറയുന്ന പീറ്റേഴ്സിനോ സ്കലോനിയോ അല്ലെങ്കിൽ ഈ ക്ലോഡിയോ ടാപ്പറോ ഒന്നും ഇതിനെപ്പറ്റി മിണ്ടുന്നേ ഇല്ല. ഈ കേരള ടൂറിനെ പറ്റി മിണ്ടുന്നേ ഇല്ല. ആകെ പറയുന്ന ആരാണ്? ലുലു ഗ്രൂപ്പിൻ്റെ പ്രതിനിധി പറയുന്നുണ്ട് ഒരു പക്ഷേ കളിക്കാൻ ഇതൊരു ക്ലോസ് ടൈ ആണ്, ഇവർ എന്താണ് ഈ ലുലുവുമായിട്ടുള്ള ടൈപ്പോടുകൂടി ഇവർക്ക് ഇന്ത്യയിൽ കളിക്കാനുള്ള സാധ്യതയാണ്. സ്വാഭാവികമായിട്ട് അവർ പറയുന്ന കാര്യമാണ്. ഈ പറഞ്ഞതിനെയാണ് എന്ത് ചെയ്യുന്നത്, അർജന്റീനൻ ഫുട്ബോൾ അസോസിയേഷൻ ഈ കേരളത്തിൽ കളിക്കും എന്ന് പറഞ്ഞതായിട്ട് ഇന്ന് ഈ വാർത്ത വരുന്നു. ഇന്ന് റിപ്പോർട്ടർ TVയുടെ MD അതിനെക്കുറിച്ച് പറയുന്നു. ഇതിൽ കുറേ അധികം മിസ്സിംഗ് ലിങ്ക്സ് ഉണ്ട് ദിവ്യ, കുറേ അധികം മിസ്സിംഗ് ലിങ്ക്സ് ഉണ്ട്. ഒന്നാമത്തെ കാര്യം, ഒരു പ്രൈവറ്റ് കമ്പനി, കേരളത്തിൽ നിന്നൊരു പ്രൈവറ്റ് കമ്പനി ഇത്രയും വലിയൊരു ഇവൻറ്റ്, ചെറിയ ഇവൻ്റ് അല്ല, 130 കോടി രൂപയാണ് ഇതിൻ്റെ തുക. ഒന്ന് ആലോചിച്ച് നോക്കുക. അത് മാത്രമല്ല ഇവരുടെ ഫ്ലൈറ്റ് ചാർജ്, ഈ ഇവൻറ്റ്, സ്റ്റേഡിയത്തിൻ്റെ വാടക മുതൽ ഒരു വലിയ തുക മുടക്കേണ്ട വലിയൊരു ഇവൻ്റാണ്. അപ്പോൾ ഇതിലൊന്നാമത്തെ പ്രശ്നം, എങ്ങനെയാണ് ഇവർ AFA ആയിട്ട് അപ്രോച്ച് ചെയ്തെന്നുള്ളതാണ്. സാധാരണ രീതിയിൽ ഇപ്പോൾ ഒരു ഇന്ത്യൻ ഫുട്ബോൾ അസോസിയേഷൻ ആണെങ്കിൽ അർജന്റീനൻ ഫുട്ബോൾ അസോസിയേഷൻ ഡയറക്റ്റ് ടോക്ക് നടത്താം, അതിനുള്ളൊരു വഴിയുണ്ട്. പക്ഷെ ഒരു പ്രൈവറ്റ് എൻറ്റിറ്റി ഈ ടോക്ക് നടത്തണമെങ്കിൽ തീർച്ചയായിട്ടും FIFA അക്രഡിറ്റ് ചെയ്യപ്പെട്ട ഒരു ഏജൻസി വഴി മാത്രമേ നെഗോഷിയേഷൻ നടക്കൂ, അല്ലാതെ നടക്കില്ല. ഇപ്പോൾ ആൻഡ് ഓഗസ്റ്റ് ഡയറക്റ്റ് AFAയുടെ പ്രസിഡന്റിന് മെയിൽ ചെയ്താലോ, അല്ലെങ്കിൽ FIFA വഴി, ഫിഫയ്ക്ക് ഇതിലൊരു റോളും ഇല്ല. ഫിഫയ്ക്കുള്ള ആകെ റോൾ എന്താണെന്ന് വെച്ചാൽ ഇതിനുള്ള ഈ വിൻഡോ ചാർട്ട് ചെയ്യുക എന്ന് മാത്രമാണ്. ഇന്ത്യൻ ടൂർണമെൻറ്റുകളുണ്ട്, അതിനിടയ്ക്ക് ഇത്ര ദിവസങ്ങളുണ്ട്, അവിടെ നിങ്ങൾക്ക് വേണ്ടി ഫ്രണ്ട്ലി കളിക്കാം എന്ന് പറഞ്ഞാൽ അലോട്ട് ചെയ്യാം. അത് മാത്രമേ അവർ ചെയ്യുന്നുള്ളൂ. അതിൽ ഇവർ FIFA ഇടപെടുന്നില്ല. പക്ഷേ ഇന്ന് ആൻഡ് ഓഗസ്റ്റിൻ ഫിഫയെ കൂടി മെൻഷൻ ചെയ്യുകയാണ്. മലേഷ്യയിൽ ഫിഫയുടെ ഡെപ്യൂട്ടി ചെയർമാനുണ്ട്, എന്തെങ്കിലും പരാതി ഞങ്ങൾ അദ്ദേഹത്തിൻ്റെ അടുത്ത് പറയും എന്നൊക്കെയാണ് പറയുന്നത്. അവർക്ക് ഈ പരാതി കേൾക്കേണ്ട യാതൊരു കാര്യമില്ല. അവർ കേൾക്കുന്ന പരാതി ആരിൽ നിന്നാണ്? നാഷണൽ ഫുട്ബോൾ അസോസിയേഷനുകൾ എന്തെങ്കിലും പരാതി പറഞ്ഞാൽ കേൾക്കാം, FIFA അക്രഡിറ്റ് ചെയ്യപ്പെട്ട ഏജൻസികൾക്ക് എന്തെങ്കിലും പരാതി ഉണ്ടെങ്കിൽ കേൾക്കാം, അല്ലാതെ റിപ്പോർട്ടർ TVയുടെ പരാതി കേൾക്കേണ്ട ബാധ്യത ഫിഫയ്ക്കില്ല. ഓക്കെ, അത് ഈ സുബ്രഹ്മണ്യം എന്ന് പറയുന്ന ഒരു മലേഷ്യക്കാരൻ മെൻഷൻ ചെയ്യുന്നുണ്ട്. രണ്ടാമത്തെ കാര്യം, ഈ ഞാനിത് ഇവർ നുണ പറയുകയാണെന്നും അല്ലാട്ട് പറയുന്നത്. ഒരു പക്ഷേ ഈ ആൻഡോ അഗസ്റ്റിൻ അപ്രോച്ച് ചെയ്തിട്ടുണ്ടാവാം. അപ്രോച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ എങ്ങനെ, ആരോട്? ഇത് വളരെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യനാണ്. ഈ ആൻഡോ അഗസ്റ്റിൻ പറയുന്ന പീറ്റേഴ്സണോട്ടാണോ ബന്ധപ്പെട്ടിട്ടുള്ളത്? അവരുടെ കമേഴ്ഷ്യൽ വിങ് ആളാണ് ഈ പീറ്റേഴ്സൺ. അദ്ദേഹമായിട്ടാണോ നേരിട്ട് സംസാരിച്ചത്? ലിയാനാർഡോ പീറ്റേഴ്സൺ സംസാരിച്ചിട്ടുണ്ടോ? അതൊരു ചോദ്യമാണ്. സാധാരണ രീതിയിൽ ഇത്തരത്തിലുള്ള പ്രൈവറ്റ് കമ്പനികൾ ഇങ്ങനെ ഈ അർജന്റീന പോലൊരു സ്റ്റാർ ടീമുമായിട്ട് ബന്ധപ്പെടുന്നത് ഒരു FIFA അക്രഡിറ്റഡ് ഏജൻസി വഴി മാത്രമേ നടക്കൂ. അതായത് ഡയറക്റ്റ് ടോക്ക് ഓൾമോസ്റ്റ് ഇമ്പോസിബിൾ ആണ്. ഇനി ഓൾമോസ്റ്റ് ഇമ്പോസിബിൾ തന്നെ 1% ആൻഡ് ഓഗസ്റ്റിൻ്റെ ഒരു ബിസിനസ് പവർ, അദ്ദേഹത്തിൻ്റെ ബന്ധങ്ങൾ ഉപയോഗിച്ച് അങ്ങനെ കണ്ടിട്ടുണ്ടെങ്കിൽ എന്തായിരുന്നു ആ ടോക്കിൻ്റെ വിശദാംശങ്ങളെന്നൊരു ചോദ്യമുണ്ട്. എങ്ങനെയാണ് അവർ സംസാരിച്ചത് അതേക്കുറിച്ച് പറയുന്നില്ല. അപ്പോൾ ഇന്ന് പറയുന്നത് നിങ്ങൾ ആ കരാർ പുറത്തുവിടുമെന്ന് ചോദിക്കുമ്പോൾ അതിൽ നോൺ ഡിസ്ക്ലോഷർ എഗ്രിമെൻ്റ് ഉണ്ട് എന്നാണ് പറയുന്നത്. സാമ്പത്തിക ഇടപാടൊക്കെ ഉള്ളത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അത് വേണ്ട, കരാറ് വേണ്ട. ഇതാ ഞാൻ പണം അടച്ച രസീത്, ഇത് വെച്ച് ഞാൻ ലീഗൽ ഫൈറ്റ് ചെയ്യും എന്ന് അദ്ദേഹത്തിന് പറയാം. ചിലപ്പോൾ ഒരുപക്ഷെ അദ്ദേഹത്തിന് ഉണ്ടാവാം,
അത് അദ്ദേഹം പറഞ്ഞില്ല. ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ പണമടച്ച രസീതുകളുണ്ടാവാം, മറ്റ് ഡോക്യുമെൻറ്റുകളൊക്കെ ഉണ്ടാവാം. ഇതിൽ ഒന്നാമത്തെ മിസ്സിംഗ് ലിങ്ക് എന്ന് പറയുന്നത് ഇതാരാണ് ഈ ചർച്ച നെഗോഷിയേറ്റ് ചെയ്യുന്നുള്ളതാണ് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ. ഒരിക്കലും റിപ്പോർട്ടർ ടി വി പോലൊരു കമ്പനിക്ക്, ഒരു പ്രൈവറ്റ് കമ്പനിക്ക് അർജൻറ്റീനൻ ഫുട്ബോൾ അസോസിയേഷനുമായി ഡയറക്റ്റ് നെഗോഷിയേറ്റ് ചെയ്യാൻ പറ്റുമോ എന്നുള്ള വലിയൊരു ക്വസ്റ്റ്യൻ ഇപ്പോഴും ആൻസേർഡ് ആണ്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ഇവർക്ക് പണം അടച്ചു കഴിഞ്ഞിട്ടൊരു കോൺട്രാക്ട് ബ്രീച്ച് AFA നടത്തി എന്ന് പറയുമ്പോൾ AFA പറ്റി എന്താണ് പറയുന്നത്? ഒരു പൈസ വാങ്ങി തട്ടിപ്പ് നടത്തുന്ന ഒരു സ്ഥാപനം ആണ് AFA എന്ന് തോന്നും. സാധാരണ രീതിയിൽ വലിയ വലിയ കമ്പനികൾ, വലിയ വലിയ അസോസിയേഷനുകൾ ഇവർ കോൺട്രാക്ട് ബ്രീച്ചൊക്കെ സംഭവിക്കാം. ഇപ്പോൾ ഒരു എഗ്രിമെൻറ്റ് സൈൻ ചെയ്തു, അവർക്ക് ആ സമയത്ത് അത് ചെയ്യാൻ കഴിഞ്ഞില്ല പല കാരണങ്ങളാൽ, അത് പിന്നെ തർക്കമാവാം, ആർബിട്രേഷനിലേക്ക് പോകാം, അതൊക്കെ സ്വാഭാവികമാണ്. പക്ഷേ ഇതിവിടെ സംഭവിക്കുന്നത് എന്താണ്? ഇവിടെ ആൻറ്റോ ആരോപിക്കുന്നത് ഇവർ ഞങ്ങളുടെ ഇന്ന് പൈസയും വാങ്ങി വെച്ചു, മറ്റ് ഫ്രണ്ട്ലികളെ കുറിച്ച് ഡിസ്കഷൻ നടക്കുന്നു, ബോംബെയിലും കൽക്കത്തയിലും കളിക്കാൻ നടക്കുന്നു, ചൈനയിൽ കളിക്കാൻ നടക്കുന്നു. അപ്പോൾ കൂടുതൽ പൈസ കിട്ടുന്ന എവിടെയാണ് അവിടെ കളിക്കാൻ വേണ്ടി ഇവർ എന്തോ ഒരു തട്ടിപ്പ് കാണിക്കുകയാണ് എന്ന ധ്വനിയാണ് അദ്ദേഹത്തിൻ്റെ വാക്കുകളുള്ളത്. അങ്ങനെ ഒരു ഇപ്പം അർജൻറ്റീന എന്ന് പറഞ്ഞ വലിയ രാജ്യമൊന്നുമല്ല, ഒരു ദരിദ്ര രാജ്യമാണ്. സ്വാഭാവികമായിട്ട് അവിടുത്തെ ഫുട്ബോൾ അസോസിയേഷൻ എന്ന് പറയുന്നത് സാമ്പത്തിക ഞെരുക്കങ്ങളുണ്ടാവും, അതൊക്കെ ശരിയാണ്. പക്ഷേ ഒരു കാശ് വാങ്ങി വെച്ചിട്ട് പറ്റിക്കുന്ന ഒരു രീതി അവർ ചെയ്യുമോ എന്നുള്ള കാര്യത്തിൽ എനിക്കൊരു ചെറിയ ഡൗട്ടുണ്ട്. മൂന്നാമത്തെ കാര്യം, ഞാൻ മുമ്പ് പറഞ്ഞു, അങ്കോള പോലെ ഒരു ആഫ്രിക്കൻ രാജ്യം അവരുടെ ദേശീയ ഫുട്ബോൾ ഏജൻസി ജനുവരിയിൽ ക്ലോസ് ചെയ്ത ഒരു അഗ്രിമെൻറ്റിൽ അവർ ഷെഡ്യൂൾ ചെയ്തു നവംബറിലേക്ക്. അങ്ങനെ മാസങ്ങൾക്ക് മുമ്പേ ക്ലോസ് ചെയ്യുന്ന ഒരു പരിപാടിയിൽ ഈ 2025 ഇതേക്കുറിച്ചുള്ള ഡിസ്കഷൻ വരുന്നതന്നെ, തുറന്നു പറയുന്നതന്നെ. മന്ത്രി നേരത്തെ പ്രഖ്യാപിച്ചതാണ്, പക്ഷേ റിപ്പോർട്ടർ ടി വിയിലെക്കുറിച്ച് സംസാരം ഞങ്ങൾ പൈസ അയക്കാൻ പോകണമെന്ന് പറഞ്ഞ് ഏതാനും മാസങ്ങൾക്ക് മുമ്പാണ്. അങ്ങനെ എങ്ങനെ സാധ്യമാവും? ഇപ്പോഴും പറയുന്നത് അവർ പറയട്ടെ, ഡേറ്റ് തരട്ടെ എന്നാണ്. ഇനി എത്ര ദിവസമുണ്ട് ഇതെങ്ങനെ ചെയ്യാൻ പറ്റും? ഇപ്പോൾ ഇന്നൊരു വീഡിയോ പുറത്തു വിട്ടിരുന്നു, 1 കോടി പേരെ പങ്കെടുപ്പിക്കുന്ന ഒരു ഫാൻ മീറ്റ് സംഘടിപ്പിക്കും ഞങ്ങൾ, അതിൻ്റെ പ്ലാൻ എന്ന് പറഞ്ഞിട്ടൊരു AR VR വീഡിയോ പ്രദർശിപ്പിച്ചു. ഓക്കെ, 1 കോടി പേരെ, കേരളത്തിലാകെ 3.5 കോടി മനുഷ്യരാണുള്ളത്. അതിലെത്ര കോടി ആൾക്കാർ ഫുട്ബോൾ കാണുന്നുണ്ട്, അതിലെത്ര പേർ മെസ്സി ഫാൻസാണ്? മെസ്സിക്ക് വൻ ഫാൻസുള്ള സ്ഥലമാണ് കേരളം, അർജൻറ്റീന ഫാൻസുള്ള സ്ഥലമാണ്. പക്ഷേ അതിൽ 1 കോടി എന്നൊക്കെ പറയുന്നത് അങ്ങോട്ട് ദഹിക്കുന്നില്ല. അങ്ങനെ ഒരു പ്രശ്നം കൂടിയുണ്ട്. മറ്റൊന്ന്, ചിലപ്പോൾ സംഘടിപ്പിക്കാമായിരിക്കാം, അങ്ങനെയൊക്കെ നടക്കുമായിരിക്കും. പക്ഷേ 1 കോടി എന്നുള്ളത് കുറച്ച് അധികമുള്ള ഒരു ഇതാണ്. കാരണം 1 കോടി പേരെ ഒരു ദിവസം, ഒരു ടൈം, അറ്റ് എ ടൈം എത്തിക്കുക, അതിൻ്റെ ലോജിസ്റ്റിക്സ്, അത് നടക്കുന്ന കാര്യമല്ല. ഇറ്റ് ഈസ് ഇമ്പോസിബിൾ. അത് വേറെ കാര്യം. അതെന്തോ ആവട്ടെ, ചിലപ്പോൾ സാധിച്ചേക്കാം. പക്ഷേ അവിടെയും ഉത്തരം കിട്ടാത്ത ഒരുപാട് ക്വസ്റ്റ്യൻസ് ഇതാണ്. ഈ 130 കോടി രൂപ RBIയുടെയൊക്കെ സാങ്ഷൻ വാങ്ങി ഇത്രയും കഷ്ടപ്പെട്ട് 130 കോടി വരെ അയച്ചിട്ട് ഇവരെ പറ്റിച്ചെങ്കിൽ, AFA പറ്റിച്ചെങ്കിൽ, AFA വലിയ കുടിലതയാണ് റിപ്പോർട്ടർ ടിവിയോട് കാണിച്ചത്. തീർച്ചയായിട്ടും അത് നിയമപരമായിട്ട് അവർ നേരിടണം. 130 കോടി എന്ന് പറഞ്ഞാൽ ചെറിയ തുകയല്ല. ഒരു കമ്പനിയെ സംബന്ധിച്ച്, അല്ലെങ്കിൽ ഒരു വ്യക്തിയെ സംബന്ധിച്ച് വലിയ തുകയാണത്. ഒരു സർക്കാരിന് പോലും അത് താങ്ങാൻ കഴിയില്ല ഒരുപക്ഷെ അത്രയും തുക. ഒരു റിപ്പോർട്ടർ പോലൊരു കമ്പനിക്ക് 130 കോടി നഷ്ടം എന്ന് പറഞ്ഞാൽ വലിയ ആഘാതമായിരിക്കും. അത് തീർച്ചയായിട്ടും നിയമപരമായിട്ട് നേരിടണം. 2, AFA ഇങ്ങനെ ഒരു വഞ്ചന കാണിച്ചെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കുക. AFA ഇപ്പോൾ അർജൻറ്റീനൻ ഫുട്ബോൾ അസോസിയേഷൻ മുമ്പും ഡിസ്പ്യൂട്ടുകൾ പെട്ടിട്ടുണ്ട്. ആ ഡിസ്പ്യൂട്ട് എന്ന് വെച്ചാൽ ഇപ്പോൾ ചില സ്പോൺസർമാരുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾ, അവരുടെ ഡിമാൻഡ്സ് മീറ്റ് ചെയ്യാൻ പറ്റാത്ത വിഷയങ്ങളൊക്കെ തർക്കങ്ങളിലേക്ക് പോകുന്നുണ്ട്. പക്ഷേ ഒരു ഫ്രണ്ട്ലി മാച്ച് നടത്താം എന്ന് പറഞ്ഞ് ആരെങ്കിലും പറ്റിച്ചതായിട്ട് AFAക്കെതിരെ ഇതുവരെ ഒരു ആരോപണമില്ല. ആദ്യമായിട്ടാണ് അങ്ങനെ ഒരു ആരോപണം വരുന്നത്. എങ്കിൽ അത് ക്ലാരിറ്റി വരുത്തേണ്ടത് ഇനി AFA ആണ്. ഇന്ന് നടത്തിയ വാർത്താ സമ്മേളനത്തിന് അവർ മറുപടി പറയില്ല, നമുക്കറിയില്ല. അവരിതുവരെ ഒഫീഷ്യലായിട്ടോ അൺഒഫീഷ്യലായിട്ടോ എവിടെ ഇങ്ങനെ ഒരു കേരള ടൂറിനെ കുറിച്ച് അവരാരും സംസാരിച്ചായിട്ട് പോലും നമുക്കറിയില്ല. അപ്പോൾ ഇത്തരം സാഹചര്യങ്ങളിൽ കുറേ അൺആൻസേർഡ് ക്വസ്റ്റ്യൻസ് ഉണ്ട്, കുറേ മിസ്സിംഗ് ലിങ്ക്സ് ഉണ്ട്. അതൊക്കെ ഇനി തെളിഞ്ഞു വരണം എന്താണെന്നുള്ളത്. അത് തെളിയിക്കാനുള്ള ബാധ്യത ഇവർക്കും ഉണ്ട്, റിപ്പോർട്ടർ ടിവിക്കും ഉണ്ട്, അർജൻറ്റീനൻ ഫുട്ബോൾ അസോസിയേഷനും ഉണ്ട്. നിഷാദ്, അപ്പോൾ ഈ പറയുന്ന പോലെയുള്ള ഈ ഒരുപാട് ലിങ്ക്സ് ഉണ്ടല്ലോ, ഉത്തരം കിട്ടാത്ത ഒരുപാട് ചോദ്യങ്ങളുണ്ട്. ആ ഒരു ദുരൂഹതകൾ കൊണ്ട് തന്നെ ആയിരിക്കുമോ അവർ വരുന്നില്ല എന്നൊരു തീരുമാനത്തിൽ എത്തിച്ചേർന്നിട്ടുണ്ടാവുക? ഇനി മെസ്സിയും ടീമും വരാത്തത്, അതിൽ അത്രയധികം നിരാശപ്പെടേണ്ടതുണ്ടോ കായിക കേരളം? അല്ല, മെസ്സിയും ടീമും കേരളത്തിൽ വന്നാൽ കേരളത്തിന് ഭയങ്കരമായ ഒരു ആവേശം ഉണ്ടാകുന്ന ഒരു തർക്കമില്ല. വരണം എന്നാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത്. മെസ്സിയെ ഒന്ന് അടുത്ത് കാണണമെന്ന് ആഗ്രഹിക്കാത്ത കായിക പ്രേമികളുണ്ടാവില്ല. അപ്പോൾ നോക്കൂ, രാമനാട്ടുകര മുതൽ വളാഞ്ചേരി വരെയുള്ള 50 കിലോമീറ്റർ ദൂരം, അതായത് നമ്മുടെ രമേശ് ചെന്നിത്തലയും പിണറായി വിജയനൊക്കെ കേരള യാത്രയെ കണ്ടത്തില്ല. അതുപോലെ മെസ്സി 50 കിലോമീറ്റർ ദൂരം ഒരു ബസ്സിൻ്റെ മുകളിൽ നിന്ന് ആൾക്കാരെ കൈയൊക്കെ വീശി കാണിച്ച് പോവാണ്. എന്തൊരു അനുഭവമായിരിക്കും അത്. 1 കോടി ആളുകൾ ചുറ്റും നിൽക്കുന്നു ഒരു ദിവസം. അവിടെ ഈ ഹറമിൽ മക്കയിൽ എന്താണ് അവിടുത്തെ വലിയ ഹജ്ജിൻ്റെ സമയത്ത് ഒരു 20 ലക്ഷം ആൾക്കാരേ ഉള്ളൂ. അത് തന്നെ മാനേജ് ചെയ്യാൻ അവർ ഭയങ്കരമായിട്ട്. കുംഭമേളയ്ക്ക് 20 കോടി ആളുകൾ പങ്കെടുത്തു. അത് എത്ര ദിവസങ്ങളായിട്ടാണ്, എത്ര മാസങ്ങളായിട്ടാണ്. ഇത് ഒറ്റ ദിവസം 1 കോടി ആളുകൾ വരികയാണ്. അങ്ങനെയാണെങ്കിൽ ചരിത്ര പ്രസിദ്ധമായിട്ടുള്ള ഒരു സന്ദർഭമായിരിക്കും അത്. അതങ്ങനെ ആവേശം ഉണ്ടാക്കുന്ന കാര്യമായിരിക്കും. പക്ഷേ അതിനൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. ഇപ്പോൾ ഞാനിപ്പോൾ ഇന്നത്തെ വാർത്താ സമ്മേളനത്തെക്കുറിച്ചല്ല പറയാൻ പോകുന്നത്. മെസ്സി ആദ്യം വരുമെന്ന് പ്രഖ്യാപിച്ചത് ആരാണ്? ഗവൺമെൻറ് ഓഫ് കേരളയാണ്, കായിക വകുപ്പ് മന്ത്രിയാണ്. അദ്ദേഹം നിലമ്പൂർ ഇലക്ഷൻ്റെ തലേദിവസം പറഞ്ഞു മെസ്സി വരും കേട്ടോ. ഒരു പോസ്റ്റ് ഇട്ടു. യെസ്.
പാലക്കാട് ഇലക്ഷൻ്റെ തലേദിവസം പറഞ്ഞു മെസ്സി വരും കേട്ടോ എന്ന് വെച്ചാൽ മെസ്സി ഞങ്ങളുടെ സർക്കാർ കൊണ്ടുവരാൻ പോവുകയാണ്, ഞങ്ങളുടെ സർക്കാർ അതിനു വേണ്ടി ചില ഏർപ്പാടുകൾ ഉണ്ടാക്കിയിരിക്കുന്നു, ഞങ്ങൾ സ്പോൺസേഴ്സിനെ കണ്ടെത്തിയിരിക്കുന്നു, ഞങ്ങൾ കൊണ്ടുവരികയാണ്, അതിൻ്റെ നേട്ടം ഞങ്ങൾ അവകാശപ്പെടുന്നു, ഞങ്ങൾക്ക് വേണം എന്ന മട്ടിൽ ഇതുവരെ സംസാരിച്ചുകൊണ്ടിരുന്ന സർക്കാരിനോടാണ് നമ്മുടെ ചോദ്യം. സ്പോൺസർ അവിടെ നിൽക്കട്ടെ, അതിനുവേണ്ടി പരിശ്രമിച്ച ആളുകൾ, അതിനകത്ത് കുറേ മിസ്സിലിങ്സ് ഉണ്ട്. നേരത്തെ അജ്മസ് പറഞ്ഞത് വി അബ്ദുറഹ്മാൻ എന്ത് പറയുന്നു? മെസ്സി വരുമോ? മെസ്സി വരില്ലെങ്കിൽ എന്തുകൊണ്ട് വരില്ല എന്ന് കേരളത്തോട് പറയാനുള്ള ബാധ്യത ആർക്കാണ്? വി അബ്ദുറഹ്മാനാണ്, ഈ സർക്കാരിനാണ്. കാരണം ഇത്രയും വലിയൊരു പ്രോജക്റ്റ് അനൗൺസ് ചെയ്യുന്നു, സർക്കാരിൻ്റെ പദ്ധതിയാണ് ശരിക്കും ഇത്. അതിന് സർക്കാർ കയ്യിൽ പണമില്ലാത്തതുകൊണ്ട് മാത്രമല്ല, വേറെ പല കാര്യങ്ങൾക്ക് അത്യാവശ്യമുള്ള പണം എടുത്ത് മെസ്സിയെ കൊണ്ടുവരാൻ ചിലവാക്കിയിട്ടുണ്ടെങ്കിൽ കേരളത്തിൽ വലിയ പ്രതിഷേധം ഉണ്ടാക്കും. സർക്കാരിൻ്റെ ഒരു ആദ്യത്തെ ഉത്തരവാദിത്വം, രണ്ടാമത്തെ ഉത്തരവാദിത്വം അല്ല ഇപ്പോഴത്തെ സാമ്പത്തിക ക്രൈസിസിൻ്റെ ഘട്ടം പരിശോധിക്കുകയാണെങ്കിൽ മെസ്സിയെ കൊണ്ടുവരിക എന്നുള്ളത്. അതുകൊണ്ട് ഗവൺമെൻറ് ചെയ്തു വേറെ ആരെയും ഏൽപ്പിച്ചു. വേറെ ആരെയും ഏൽപ്പിച്ചെന്ന് വെച്ചാൽ ഇപ്പോൾ പുതിയൊരു കമ്പനിയെ ഏൽപ്പിച്ചു. ആ കമ്പനി കളമശ്ശേരിയിലുള്ള കമ്പനി. ആ കമ്പനിയെ എങ്ങനെ ഏൽപ്പിച്ചു? ആ കമ്പനിയിലേക്ക് പോകാനുള്ള കണക്ഷൻ എന്താണ്? സർക്കാർ വല്ല ടെൻഡർ കൊടുത്താണോ? സർക്കാർ എന്തൊക്കെ പാരാമീറ്റേഴ്സും ക്രൈറ്റീരിയ പരിഗണിച്ചാൽ കൊടുത്തു? അതൊന്നും നമുക്കറിയില്ല. ഒരു സുപ്രഭാതത്തിലൊരു കമ്പനി വരുന്നു, ഞങ്ങളാണ് നടത്താൻ പോകുന്നു പറഞ്ഞു, ഗവൺമെൻറ് ഞങ്ങളുമായിട്ട് ടൈപ്പാണെന്ന് പറഞ്ഞു, അവരെങ്ങനെയോ തമ്മിൽ കണക്റ്റായി. അതിനൊക്കെ എന്താണ് അതിൻ്റെ വഴി, എന്താണ് അതിൻ്റെ നിയമപരമായ വഴി, ചട്ടം നമുക്കാർക്കും അറിയില്ല. ഒരു ദിവസം അവരാണെന്ന് അവർ പ്രഖ്യാപിക്കുന്നു, എന്നിട്ട് അവർ ആരൊക്കെയായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്, പൈസ കൊടുക്കുന്നുണ്ടെന്നൊക്കെ അവർ പറയുന്നു, എല്ലാ രേഖകളും ഉണ്ടെന്ന് പറയുന്നു. ഇന്നിപ്പോൾ വാർത്താസമ്മേളനം നടത്തുമ്പോൾ അദ്ദേഹത്തിൻ്റെ കയ്യിൽ കുറേ രേഖകൾ കെട്ടൊക്കെ ഉണ്ട്, പക്ഷേ എവിടെയും കാണിച്ചൊന്നുമില്ല, എവിടെ എക്സിബിറ്റ് ചെയ്തിട്ടില്ല, അവർ കണ്ടിട്ടില്ല. അപ്പോൾ 130 കോടി രൂപ കൊടുത്ത ശേഷം ഇവരുടെ വെയിറ്റ് ചെയ്യാണ് വെറുതെ. ദർ ഇസ് നോ കമ്മ്യൂണിക്കേഷൻ. 130 രൂപ കൊടുത്ത കേസിൽ നമുക്ക് കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവുമല്ലോ, എന്തിനാണ് കൊടുത്തെന്നുള്ളത് ഇല്ലേ? 130 കോടി രൂപ ഒരാൾക്ക് കൊടുത്തിട്ട് ഒന്നും പറയുന്നില്ല അവരത്രേ. അങ്ങനെ നമ്മൾ വെറുതെ ഇരിക്കുമോ? അപ്പോൾ 130 കോടി രൂപ മേടിച്ച ഒരു അസോസിയേഷൻ ഒരു കമ്മ്യൂണിക്കേഷനും കൊടുക്കാതിരിക്കുമോ? നമുക്ക് 2 ആഴ്ച കൂടി വെയിറ്റ് ചെയ്യാം. എന്താ അങ്ങനെ വെയിറ്റ് ചെയ്യാൻ പറ്റുമോ? അപ്പോൾ 130 കോടി രൂപ എന്ന് പറഞ്ഞാൽ അത്രയും സീരിയസ് ആയിട്ടുള്ള ഒരു കോൺട്രാക്റ്റും ഒരു ആശയവിനിമയമാണ്. അതിനകത്ത് നിരന്തരമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവണം. അപ്പോൾ അവരൊരു ദിവസം ഈ പൈസ മേടിച്ച് വെച്ചിട്ട് ഞങ്ങൾ വരില്ല എന്ന് പറയുമോ? അപ്പോൾ എനിക്ക് തോന്നുന്ന ഒരു കാര്യം, ഒന്നുകിൽ ഇവർ പൈസ കൊടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ പൈസ കൊടുത്തതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ പുറത്തു വരണം. പൈസ കൊടുത്തിട്ടുണ്ടെങ്കിൽ ആദ്യ ഘട്ടത്തിൽ വരുന്ന വിവാദം എന്താണ്? പ്രോപ്പറായി പൈസ കൊടുക്കുന്നില്ല, സമയത്ത് പൈസ കൊടുത്തിട്ടില്ല. സമയത്ത് പൈസ കൊടുക്കാത്തത് കാരണം ഉണ്ടാകുന്ന പ്രശ്നം ചോദിച്ചാൽ അവർക്ക് അവരുടെ ഷെഡ്യൂൾ ഉറപ്പിക്കാൻ പറ്റാതെ വരും. കാരണം അർജൻറ്റീനൻ ടീമും മെസ്സി എന്നൊക്കെ പറഞ്ഞാൽ തലേദിവസം ഷോർട്ട് നോട്ടീസിൽ വിളിച്ചാൽ അവർക്ക് എവിടെ വരാൻ പറ്റില്ല. അവർക്ക് ദീർഘകാലം മുമ്പുള്ള കോൺട്രാക്റ്റ് ആവശ്യമുണ്ട്. നമ്മളാവട്ടെ നമ്മുടെ പല കാര്യങ്ങൾ പറഞ്ഞും നമ്മുടെ ഈ RBI ഇഷ്യൂ ഒക്കെ പറഞ്ഞ് വൈകി കൊടുത്തിട്ടുണ്ടാവണം. കൊടുത്തപ്പോൾ അവർക്ക് ഈ വർഷം ഷെഡ്യൂളില്ല, അടുത്ത വർഷത്തേക്ക് നീട്ടി വെച്ച് കാണും. വരില്ല എന്നൊക്കെ അവരിപ്പോഴും കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ടാവില്ല. അവർക്ക് ഇപ്പോൾ വരാൻ പറ്റില്ല, കാരണം ഇവരാണ് വൈകിപ്പിച്ചത്. അപ്പോൾ ഈ വർഷമോ അടുത്ത വർഷം വന്നിട്ട് കാര്യമില്ല. കാരണം അടുത്ത വർഷം അർജൻറ്റീന ഉണ്ടാകുമോ, അവസാനത്തെ സെമിയെങ്കിലും അവർ കടക്കുമോ, അല്ലെങ്കിൽ ഫൈനലിൽ ഉണ്ടാകുമോ എന്നൊന്നും നമുക്ക് ഉറപ്പില്ല. ആ ടീം വന്നിട്ട് കാര്യമില്ല. ഇപ്പം തന്നെ കഴിഞ്ഞ തവണ ഫൈനലിൽ കളിച്ച ടീം വരുമെന്നാണ് ഇവർ അവകാശപ്പെടുന്നത്. ആ ടീമിൽ തന്നെ പലരും ഇപ്പോൾ ഇല്ല. അവരെല്ലാം കൊണ്ടുവരുന്നുള്ള കോൺട്രാക്റ്റ് ഉണ്ടാക്കി ഇവിടെ കൊണ്ടുവരണം. അപ്പോൾ കാണേണ്ട ഒരു കാര്യമുള്ളതെന്ന് ചോദിച്ചാൽ, ഇതിനകത്ത് ഒന്നാമത്തെ കാര്യം ഞാൻ പറയുന്നത് ഗവൺമെൻറ്റാണ് ഉത്തരം പറയേണ്ടത്. എങ്ങനെയാണ് ഈ കോൺട്രാക്റ്റ് ഒരു കമ്പനിക്ക് കൊടുത്തത്? ആ കമ്പനി ഇതിനകത്ത് നടത്തിയിട്ടുള്ള ഇടപെടലുകളുടെ പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്? എന്തുകൊണ്ടാണ് അർജന്റീന ഫുട്ബോൾ അസോസിയേഷന് നമ്മുടെ ഈ കോൺട്രാക്റ്റ് എടുത്തുകൊണ്ട് ഇവിടേക്ക് വരാൻ പറ്റാതിരുന്നത്? അത് നമ്മുടെ പ്രശ്നമാണോ അവരുടെ പ്രശ്നമാണോ? അങ്ങനെ ആളുകളിൽ നിന്ന് പൈസ വാങ്ങിച്ച് പറ്റിക്കുന്ന ഒരു അസോസിയേഷനാണോ അർജന്റീൻ ഫുട്ബോൾ അസോസിയേഷൻ? എന്നൊരു കറക്ക് കമ്പനിയാണ് അതെന്നൊക്കെ ഇന്ന് ഇദ്ദേഹം വാർത്താ സമ്മേളനത്തിൽ പറയുന്നുണ്ട്. അങ്ങനെ ആളുകൾക്ക് അറിയാമല്ലോ ഫുട്ബോളിൻ്റെ കാര്യത്തിൽ അർജന്റീൻ ഫുട്ബോൾ അസോസിയേഷൻ എന്താണ്, അവരുടെ ടൂർ എന്താണ്, അവരുടെ രീതി എന്താണ് എന്നതിനെക്കുറിച്ച് നന്നായി അറിയാവുന്ന നാട്ടുകാരുള്ള നാടാണ് കേരളം. അവിടെ നമുക്കൊന്നും എന്താ പറയുക, ഒരു പരിധിയിലപ്പുറം ഒന്നും നമുക്കൊരു പറഞ്ഞു നിൽക്കാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് വ്യക്തതയുള്ള വിശദാംശങ്ങൾ, ഇനി പൈസ കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ പൈസ കൊടുത്തതിൻ്റെ ഡീറ്റെയിൽസ് പോലും കേരളത്തിന് മുമ്പിൽ വേണമെങ്കിൽ വെക്കാവുന്നതാണ്. ഞാൻ പറഞ്ഞത് പ്രൈവറ്റ് കമ്പനിയാണ്. ആ കമ്പനിയോട് നിങ്ങൾ കൊടുത്ത കാശിൻ്റെ കണക്കൊന്നും ചോദിക്കാൻ നമുക്ക് ബാധ്യതയൊന്നുമില്ല. ബാധ്യതയിൽ നമുക്ക് ഒരു പരിധി കഴിഞ്ഞ റൈറ്റും ഇല്ല. നമുക്ക് ചോദിക്കാനുള്ള ആരോടാണ്? വി അബ്ദുറഹ്മാനോടാണ്. നിങ്ങൾ സർക്കാരിൻ്റെ ഉടമസ്ഥതയിൽ, ഇപ്പോൾ ആ കമ്പനി അവകാശപ്പെടുന്നത് മെസ്സി ഇവിടെ കൊണ്ടുവരുമ്പോൾ സർക്കാരിൻ്റെ എല്ലാ സംവിധാനങ്ങളും അതിൻ്റെ കൂടെ പ്രവർത്തിക്കുന്നതാണ്. എന്ന് വെച്ചാൽ ഗവൺമെൻറ്റിന് അതിന് ഉത്തരവാദിത്തമുണ്ടെന്നാണ്. ഗവൺമെൻറ് പറയണം എന്തുകൊണ്ട് ഇത് നടന്നില്ല. അർജന്റീൻ ഫുട്ബോൾ അസോസിയേഷൻ പറ്റിച്ചതാണോ ഇല്ലയോ, അതോ ശരിക്കും പൈസ കൊടുത്തിട്ടുണ്ടോ? സർക്കാരിൻ്റെ ഉത്തരവാദിത്തത്തിൽ ആർക്കെങ്കിലും പൈസ കൈമാറുന്നുണ്ടെങ്കിൽ അതിൻ്റെ വിശദാംശവും ഗവൺമെൻറ്റാണ് പറയേണ്ടത്. അല്ല, അതാണ് എനിക്ക് പറയാനുള്ളൊരു കാര്യം. രണ്ടാമത് ഇവിടെ കൊണ്ടുവരുമെന്ന് പറഞ്ഞ ഈ പ്ലാൻ തന്നെ എന്തുമാത്രം പോസിബിളാണ്. മൊത്തത്തിൽ ഈ പറഞ്ഞ മിസ്സിലിങ്സിൻ്റെ കൂടുതലാണ്. ഈ 50 കിലോമീറ്റർ ദൂരം മെസ്സിയെ പോലെ ലോകത്ത് തന്നെ ഏറ്റവും പ്രസിദ്ധനായ ഒരു മനുഷ്യൻ വെയിലും കൊണ്ട് ബസ്സിൻ്റെ പുറത്ത് നിൽക്കുമെന്ന് ദിവ്യ വിചാരിക്കുന്നുണ്ടോ? ഒരിക്കലും. രമേശ് ചെന്നിത്തലയും പിണറായി വിജയനും പോലും നിൽക്കില്ല. അവരൊരു സ്ഥലത്തേക്ക് വന്നാൽ അവർ ഇന്നോവയിൽ വന്നിറങ്ങും, അവിടെ ഒരു ചെറിയ റോഡ് ഷോ നടത്തും. പിന്നെ അടുത്ത കേരള യാത്ര കണ്ടിട്ടുണ്ട്, നവകേരള മാർച്ചും കേരള രക്ഷാ മാർച്ചും നമ്മൾ കണ്ടിട്ടുണ്ട്. 50 കിലോമീറ്റർ ദൂരം ആരെങ്കിലും നിൽക്കുന്നത് കണ്ടിട്ടുണ്ടോ? തുറന്ന ബസ്സിലേ. അപ്പോൾ അയാൾക്കുണ്ടാകുന്ന ആരോഗ്യ പ്രശ്നം നോക്കണ്ടേ, അയാൾക്കുണ്ടാകുന്ന സെക്യൂരിറ്റി ഇഷ്യൂ നോക്കണ്ടേ? 50 കിലോമീറ്റർ ദൂരം പോകുമ്പോൾ പ്രശ്നം ഉണ്ടായാൽ ഹെലികോപ്റ്റർ ഉണ്ട്, 6 ഹെലികോപ്റ്ററുകൾ പിന്തുടരും. റോഡ് സൈഡിൽ 1 കോടി ആളുകൾക്ക്, 1 കോടി എന്നൊക്കെ പറഞ്ഞ എണ്ണം എത്രയെന്നറിയാം? ആളുകൾ റോഡ് സൈഡിൽ നിൽക്കുകയാണ്. കേരളത്തിലാകെ 3.25-4 കോടി ആൾക്കാരേ ഉള്ളൂ. പുറത്തുനിന്ന് ആൾക്കാരൊക്കെ വരുമായിരിക്കും. വന്നാൽ നമ്മൾ എങ്ങനെ മാനേജ് ചെയ്യും? ഈ സംസ്ഥാനം നിന്ന് പോകും.
അപ്പോൾ കുറേ കണക്ക് പറയുക, ഇങ്ങനെ കുറേ ഇത് നിൽക്കുക. ഗ്രീൻഫീൽഡ് സ്റ്റേഡിയം 45 ദിവസം കൊണ്ട് ഓക്കെ ആക്കുമെന്നാണ്. എങ്ങനെ പറ്റും? അവർ വേൾഡ് കപ്പ് കളിക്കാൻ പോകുന്ന ഒരു ടീമാണ്. വേൾഡ് കപ്പിന് തൊട്ട് മുമ്പ് ഏതെങ്കിലും നടത്തുന്ന കോംപ്രമൈസ് ചെയ്യുന്ന ക്വാളിറ്റിയുള്ള സ്ഥലത്ത് പോയി അവർ കളിക്കാൻ തയ്യാറാവും? എനിക്കറിയില്ല അതിനെക്കുറിച്ച്. അപ്പോൾ ഈ പറയുന്ന കേൾക്കുമ്പോൾ നമുക്ക് നമ്മുടെ ലോജിക്കൽസ് നമ്മൾ മനസ്സിലാക്കും. അതുകൊണ്ട് ഇതിനകത്ത് വലിയൊരു ആത്മാഭിമാനത്തിൻ്റെ പ്രശ്നമൊന്നും നടത്തേണ്ട കാര്യമില്ല. അത് വലിയൊരു ടീമാണ്. ആ ടീമുമായിട്ട് നമ്മൾ പരമാവധി സംസാരിക്കാൻ ശ്രമിച്ചു, സംഗതി നടന്നില്ല. നമുക്കിനി ബെറ്റർ നെക്സ്റ്റ് ടൈം നമുക്ക് ട്രൈ ചെയ്യാം എന്ന് പറയുന്നതിന് എന്തിനാണ് മടി? കാരണം കേരളത്തിൽ ഈ ബീറ്റ് കൈകാര്യം ചെയ്യുന്ന മുഴുവൻ മനുഷ്യന്മാർക്ക് അറിയാം മെസ്സി വരാൻ പോകുന്നില്ല. അറിയാവുന്ന ഇപ്പോഴും ഈ നിമിഷത്തെ യാഥാർത്ഥ്യം അയാൾ വരില്ല എന്നുള്ളതാണ്. ഇപ്പോൾ ഇന്ന് വാർത്താ സമ്മേളനം നടത്തുന്ന പ്രൈവറ്റ് കമ്പനി MD-ക്കുടെയും സംസാരത്തിൽ മനസ്സിലാവുന്നതിനും വരാൻ പോകുന്നില്ല എന്നുള്ളതാണ്. അത് സമ്മതിച്ചാൽ പറയും. അത് സമ്മതിക്കുന്നുണ്ട് എന്താണ് നഷ്ടം? എല്ലാവരുടെയും നാട്ടുകാരുടെ കയ്യിൽ നിന്ന് മുഴുവൻ പൈസ ഭരിച്ചിട്ട് മെസ്സിയെ കൊണ്ടുവരാവുന്ന ഏറ്റ പരിപാടിയൊന്നും അല്ലല്ലോ. അങ്ങനത്തെ ലയബിലിറ്റീസ് ഒന്നും ഇല്ലല്ലോ. വരാൻ പറ്റില്ല. നമ്മൾ ശ്രമിച്ചു നോക്കി വരാൻ പറ്റില്ല. അതിന് ഇത്ര ഇത് കാണിക്കേണ്ട കാര്യമില്ല. പക്ഷേ ഇത് മുതലെടുക്കാൻ ശ്രമിച്ച് ഗവൺമെൻറ് ഇതിന് ഉത്തരം പറയണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. യെസ്, എന്തായാലും ലയണൽ മെസ്സി കേരളത്തിൽ വരണം എന്ന് ആഗ്രഹിക്കുന്നവരാണ് എല്ലാവരും. പക്ഷേ ഇപ്പോൾ വരില്ല എന്ന് അറിയിച്ചിരിക്കുന്നത് വലിയ നിരാശയുണ്ടാക്കുന്നുണ്ട്. പക്ഷേ വരുമെന്ന് പറഞ്ഞ കായിക മന്ത്രി തന്നെ എന്തുകൊണ്ട് വരില്ല? എന്താണ് ഇവിടെ തടസ്സമുണ്ടായിട്ടുള്ളത്? സ്പോൺസർമാരും അതുപോലെ തന്നെ ഈ അസോസിയേഷനുമായിട്ടാണോ, അതോ ഈ കരാർ സംബന്ധിച്ചുള്ള വ്യക്തത കുറവാണോ? എന്തൊക്കെയാണ് സംഭവിച്ചിട്ടുള്ളത് ഇതിൽ എന്നുള്ളത് പറയേണ്ട ഒരു ഉത്തരവാദിത്തമെങ്കിലും കായിക മന്ത്രിക്കുണ്ട്. പക്ഷെ അത് ഇതുവരെ ഉണ്ടായിട്ടില്ല.